അനീഷേട്ടൻ നമ്മുടെ അനുമോളുടെ അടുത്ത് സോറിയൊക്കെ പറഞ്ഞു കേട്ടോ. കാരണം അനീഷേട്ടൻ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടം തോന്നി, ഞാനത് പറഞ്ഞു, അത് ഇങ്ങോട്ട് ഇല്ലയെന്ന് കണ്ടപ്പം അതവിടെ കഴിഞ്ഞു, ഞാനിനി അതൊന്നും ഓവറായിട്ട് അല്ലെങ്കിൽ തലയിലോട്ട് എടുക്കുന്നില്ല, ഒന്നും വിചാരിക്കരുത്, ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് എന്നോട് മിണ്ടാതെ നടക്കരുത്, അല്ലെങ്കിൽ പഴയതുപോലെ ആവാതിരിക്കരുത്. എൻ്റെ ഒരു നേച്ചർ ഇങ്ങനെയാണ്, ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരാളാണ്. അതായത് തമാശയൊന്നും പുള്ളിക്ക് എൻജോയ് ചെയ്യാൻ അറിയത്തില്ല. എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിക്കണം എന്നുള്ള രീതിയിൽ അനീഷേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുകയാണ് ഒരു തെറ്റുമില്ല എന്നുള്ള രീതിയിൽ പറയണം. ആ സമയത്ത് നമ്മുടെ നെവിൻ അവിടെ നിന്നെല്ലാം ഒളിഞ്ഞു നോക്കുന്നുണ്ട്. അകത്ത് ഇന്ന് ആദില, നൂറ, അക്ബറൊക്കെ പറയുന്നുണ്ട് ഇവൻ എന്താ കാണിക്കുന്നേമോ എന്ത്. അപ്പോൾ നൂറ പറയാണ് എനിക്കും അവിടെ പോകണം എന്നൊക്കെ. അപ്പോൾ അക്ബർ പറയുന്നുണ്ട് എന്തിനാ വെറുതെ, അവർ സല്ലപിക്കട്ടെ. അപ്പോൾ നൂറ പറയുന്നുണ്ട് ഇത് സല്ലാപമൊന്നുമല്ല, അവൾക്ക് ബ്രദറിനെ പോലെയാണ്, അങ്ങനെയൊന്നും കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ പറഞ്ഞു എന്തായാലും ആയിക്കോട്ടെ, അവർക്ക് ആ ഒരു സ്പേസ് കൊടുക്കൂ, പ്രൈവറ്റ് സ്പേസ് കൊടുക്കൂ എന്നുള്ള രീതിയിലാണ് അക്ബർ പറയുന്നത്. നമ്മുടെ നെവിൻ അവിടെ നിന്ന് ഫുൾ ഒളിഞ്ഞ് കേൾക്കുവാണ്. അപ്പോൾ അനീഷേട്ടൻ അനുമോളുടെ അടുത്ത് പറയുന്നുണ്ട് അനുമോൾക്ക് എന്നെയും ഇഷ്ടമാണെന്ന് ഞാൻ കരുതിയെന്ന്. അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട് എന്താ അങ്ങനെ തോന്നാൻ എന്താ കാരണം, എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, ഫ്രൈഡേയിൽ ഞാനിങ്ങനെ എമോജിയും ആക്ഷനൊക്കെ കാണിച്ചില്ലേ അതിൻ്റെ ഭാഗമായിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷേട്ടൻ പറഞ്ഞു അങ്ങനൊന്നും അല്ല, എനിക്കങ്ങനെ തോന്നി, പറയാൻ തോന്നി പറഞ്ഞു. കാരണം നമ്മൾ കുറച്ച് ദിവസമായില്ലേ ഒരുമിച്ച് ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങിയിട്ട്, അപ്പം അനുമോൾക്കും എന്നോടൊരു ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ അനുമോൾ യേസ് പറയും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു എന്നൊക്കെയാണ് അനീഷേട്ടൻ പറയുന്നത്. പക്ഷേ അനുമോൾക്ക് അങ്ങനെ ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്ന് അനീഷേട്ടൻ പറയുന്നുണ്ട്. അപ്പം അനുമോൾ പറയുന്നുണ്ട് ഞാൻ ചേട്ടനെ അങ്ങനെ കണ്ടിട്ടില്ല, പെട്ടെന്ന് ചേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ചമ്മിപ്പോയി. എന്തായാലും നമ്മുടെ ആ സമയത്ത് ആദിലും നെവീനും ഒക്കെ അവിടെ നിന്ന് പതുങ്ങിയിരിപ്പുണ്ട്. നമ്മുടെ അനീഷേട്ടൻ അവരെ കൈയോടെ പിടിക്കുകയാണ്. എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിൽ പറയണം തുണി ഉണക്കാൻ വന്നതാണ്. അപ്പോൾ ആദിലും നെവീനും കൂടെ ഇങ്ങനെ അടിച്ച് പോയിട്ട് ആ ഒരു തുണിയുടെ സ്റ്റാൻഡൊക്കെ എടുത്തിട്ട് അവിടെ ഇങ്ങനെ എടുക്കുന്ന പോലെയൊക്കെ കാണിച്ചിട്ട് അവിടെ നിന്ന് എത്തി നോക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും അനീഷേട്ടൻ പറഞ്ഞ് ക്ലിയർ ചെയ്യാണ്, അതവിടെ കഴിഞ്ഞു. ഞാനൊരു എക്സ്പെക്റ്റ് ചെയ്തു അനുമോളുടെ ഭാഗത്തുനിന്നൊരു യെസ്, പക്ഷേ അനുമോൾ അത് പറഞ്ഞില്ല. അപ്പോൾ ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ആയി. എനിക്കതിൽ വിഷമമൊന്നുമില്ല, അനുമോളും വിഷമിക്കരുത്, നമുക്ക് നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകാം എന്നൊക്കെ പറഞ്ഞ് സോറിയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ അനീഷേട്ടൻ അവിടെ നിന്ന് മാറിയത്. അപ്പം അനീഷേട്ടൻ ആ ഒരു മനസ്സ്, അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് പുള്ളി കാണിച്ചു. മറ്റൊരാളുടെ നോ അല്ലെങ്കിൽ മറ്റൊരാളുടെ അഭിപ്രായത്തെ റെസ്പെക്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ്, അത് വലിയൊരു കാര്യമല്ലേ. അപ്പോൾ അനീഷേട്ടൻ അത് കാണിച്ചു നല്ല രീതിയിൽ. ഇന്നലെ നെവിൻ പലതും പറഞ്ഞുണ്ടാക്കി, പക്ഷേ അതിനൊക്കെ വിപരീതപരമായിട്ട് നല്ല രീതിയിൽ ആ ഒരു കോൺവെർസേഷൻ അനീഷേട്ടൻ അവസാനിപ്പിച്ചു. അക്ബറും അത് പറയുന്നുണ്ടായിരുന്നു, അനീഷേട്ടൻ അതിനുള്ള മെച്യൂരിറ്റി ഉണ്ട്, അനീഷേട്ടൻ അത് മനസ്സിലാക്കി ചെയ്യുമെന്നൊക്കെ.